ഒരു പെൺകുട്ടീനെ ബെൽജിയം മെൽനോയ്സ് എന്ന് പറഞ്ഞ ഒരു നായ അതിക്രൂരമായിട്ട് കടിച്ച് കീറി. നമ്മൾ ആ വാർത്ത കണ്ടതാണ്. ആ കുട്ടിയുടെ കാലൊക്കെ ഭയങ്കരമായിട്ട് ഹോളൊക്കെ ആയിട്ട് ഭയങ്കര ഗുരുതരമായിട്ടാണ് കാലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബെൽജിയം മെൽനോയ്സ് എന്ന് പറഞ്ഞ ഡോഗിനെ എല്ലാവർക്കും വളർത്താൻ സാധിക്കുമോ? വളർത്താൻ സാധിക്കില്ല എന്നാണ് സത്യമായിട്ടുള്ള കാര്യം. കാരണം ഇതിനെ വളർത്തുന്നത് കൂടുതലും പോലീസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സ്, മിലിറ്ററി അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ സഹായം തേടുക എന്നുള്ളത് കേട്ടോ. കാരണം ഇവർ ഭയങ്കര ഹൈ ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര ബുദ്ധിജീവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ ടോണൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ അതിന് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വരാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇവർ ഒരു 7.5 ഹൈറ്റൊക്കെ ചാടി കിടക്കുകയും ചെയ്യും. പിന്നെ ഇവരുടെ കഴുത്തിൽ ബെൽറ്റൊക്കെ ഇവർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഓണറോടുള്ള ഒരു ലോയലിൻ്റെ പുറത്താണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് സിംഗിൾ ഓണറാണ്. ഓണറോട് ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, ഓർക്കുക. അതുമാത്രമല്ല ബെൽജിയം മെൽനോയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വർക്കിംഗ് ഡോഗാണ്. ഇവർക്ക് എപ്പോഴും എക്സസൈസ് കിട്ടിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ വളർത്തുന്നവരാണെങ്കിൽ ഡെയിലി 2.5 മണിക്കൂറൊക്കെ ഇവർക്ക് നടക്കണം. അത് ഇവർ ഫുൾ ടൈം വർക്കിംഗ്, ഒരു മെഷീൻ പോലെ ഫുൾ ടൈം ഇവർക്ക് വർക്ക് ചെയ്യണം. ഇവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വെറുതെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴാണ്, അതായത് ഇവർക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വയലൻ്റ് ആകുന്നത്. കാരണം ഇവർക്ക് ടൈമിങ് കൂടുതലായിട്ട് വേണം. കാരണം നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇതിനെ വളർത്താൻ സാധിക്കില്ല. കാരണം ഇവരെ കൂട്ടിലിട്ട് മറ്റുള്ള ബ്രീഡ് പോലെ ഒരിക്കലും ഇവരെ കൂട്ടിലിട്ട് ഇടാൻ പറ്റില്ല. കാരണം ഇവർ കൂട്ടിൽ കുറച്ച് നേരം കിടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ മിണ്ടാതിരിക്കുന്നത് അവരെ ഓണറോടുള്ള ഒരു ലോയലിൻ്റെ പുറത്താണ്. ഇവർക്ക് അതൊക്കെ നിസ്സാരമായിട്ട് ചാടിക്കിടന്ന് പുറത്ത് വരാൻ സാധിക്കും. ഇവർ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇവർ നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴും വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് കീറിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല മണ്ണിൽ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു അപകടകാരിയാണെന്ന് ചോദിച്ചാൽ അപകടകാരി തന്നെയാണ്. കാരണം ഇവർക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് കാര്യങ്ങൾ ടൈമിങ് കിട്ടിയില്ലെങ്കിൽ ഇവർ അത്യധികം അക്രമകാരിയാവും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളർത്താൻ ഭയങ്കരമായിട്ടുള്ള പാടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി ഇവർക്കൊരു 3-4 മണിക്കൂർ പുറത്ത് കൊണ്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഇവർ വളർത്താൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല ആദ്യമായിട്ട് വളർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റിയ ഒരു ബ്രീഡല്ല ഈ ബെൽജിയം മെൽനോയ്സ്. അത് മനസ്സിലാക്കുക കേട്ടോ. കാരണം ഇതിന് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് വളർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് അക്രമകാരിയാവും. കുട്ടികളുള്ള വീട്ടിൽ വളർത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വളർത്താൻ സാധിക്കും. പക്ഷേ അത്രയധികം ട്രെയിനിങ് അതിന് കൊടുത്തിരിക്കണം. അത് മാത്രമല്ല അവർക്ക് നല്ല ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. എല്ലാ മാസം ഡീവോമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അല്ല എല്ലാവർക്കും ബെൽജിയം മെൽനോയ്സ് എന്ന് പറഞ്ഞ് എടുത്ത് വളർത്താൻ സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് അക്രമകാരിയാവുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു കൂട്ടിലിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് കറക്റ്റായിട്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനുള്ള അനുസരിച്ച് തന്നെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഈ ബെൽജിയം മെൽനോയ്സിൻ്റെ പ്രത്യേകത. അത് ഫുൾ ടൈം ഇവരിങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബ്രീഡുകളെയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ വരായികളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം.